ഇന്ന് നമ്മൾ സ്തുതി അണ്ണനായിട്ട് ഹൈവേ സെർവറിൽ കളിക്കാൻ പോവുകയാണ്. അത് തന്നെയാണ് ഇന്നത്തെ പരിപാടി. അപ്പം നമ്മൾ ആദ്യം തന്നെ സെർവറിലേക്ക് കയറിയിരിക്കുകയാണ്. എല്ലാത്തിനെയും വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് ഞാൻ ജയിക്കാൻ വേണ്ടി. ഇന്നെങ്കിലും ഞാൻ ഈ കളി ജയിക്കും. കാരണം കഴിഞ്ഞ തവണ പ്രാങ്ക് ചെയ്തപ്പോൾ ഇമാർക്കൊന്നും പ്രാങ്ക് കേൾക്കാൻ വയ്യ. നോക്കിക്കോ, ഇന്ന് ഞാൻ ഇമാരൊക്കെ കണ്ടുപിടിച്ചിട്ട് തന്നെ കാര്യം. ആദ്യം ഒളിക്കാനാണ് നമ്മൾ പോണത്. എന്തായാലും ഗെയിം തുടങ്ങട്ടെ. ഇനി 7 സെക്കൻഡ് 6 സെക്കൻഡൊക്കെ ഉണ്ട്. നമ്മളെ വെയിറ്റ് ചെയ്യാണ്. അങ്ങനെ അങ്ങനെ ചൂസ് ചെയ്യാൻ വന്നിരിക്കുകയാണ് ബ്ലോക്ക്. ഞാൻ നോക്ക് ലീസ്റ്റ് തന്നെ സെലക്ട് ചെയ്യാം. കാരണം അതാകുമ്പോൾ പെട്ടെന്ന് നമ്മൾ ആർക്കും കണ്ടുപിടിക്കാൻ പറ്റൂല. അങ്ങനെ നമ്മളങ്ങനെ ഓടിയിരിക്കുകയാണ്. ഇനി പെട്ടെന്ന് പോയി ഒളിക്കണം. കാരണം അല്ലെങ്കിൽ നമ്മൾ ഇവന്മാർ കണ്ടുപിടിച്ചാൽ പോയി നാണക്കേട്. ഇവിടെ തന്നെ ദാ ഇവിടെ ഒളിച്ചിരിക്കാം ഗൈസ്. കാരണം ഇവിടെ ആകുമ്പോൾ ആരും അങ്ങനെ ശ്രദ്ധിക്കാൻ ചാൻസ് ഇല്ല. കാരണം ഇവിടെ ഇലകളുണ്ട്, വേറെ ലീവ്സ് ഉണ്ട്. ഏഹ് ഒരു വ്യത്യാസം ഇല്ലേ അവിടെ? ഈ ബ്ലോക്കുകൾക്ക് തമ്മിൽ ഒരു ചെറിയ വേരിയേഷൻ ഉണ്ട് guys. കാരണം കണ്ടുപിടിക്കാൻ പറ്റുമെന്നൊരു ഡൗട്ട്. കണ്ടുപിടിച്ച് ഇവന്മാർ കണ്ടുപിടിച്ച് ഗൈസ് ഈസി ആയിട്ട്. ഇനി വിട്ടുകൊടുക്കുന്നില്ല ഞാൻ. അവന്മാരെ പോയി കണ്ടുപിടിച്ചിട്ട് തന്നെ കാര്യം. അങ്ങനെ നമ്മൾ കണ്ടുപിടിക്കാൻ വേണ്ടി ഇറങ്ങിയിരിക്കുകയാണ്. എന്താണെങ്കിലും ഒരുത്തനെങ്കിലും ഞാൻ കണ്ടുപിടിച്ചിരിക്കുക, അല്ലെങ്കിൽ നാണക്കേടാണ്. 7 പേരെ ഇനി കണ്ടുപിടിക്കാനുണ്ട് guys. 7 പേരെ കണ്ടുപിടിക്കാനുണ്ട്. നമ്മൾ കണ്ടുപിടിക്കും. അല്ല, 4 പേരെ ഇനി കണ്ടുപിടിക്കാനുണ്ട്. നമ്മളങ്ങനെ ഓടുകയാണ്. എല്ലാത്തിനെയും കണ്ടുപിടിക്കുക. എൻ്റെ ടീമെന്ന് പറഞ്ഞാൽ കുറച്ച് പവറാണ്. ഞാൻ കണ്ടുപിടിച്ചില്ലെങ്കിലും അവർ കണ്ടുപിടിക്കും. കാരണം എന്നെക്കാട്ടിയും പ്രോ ആണ് അവർ. ഞാനിങ്ങനെ ഓടുകയാണ്. വെളിയിൽ ഇറങ്ങി. എന്നിട്ട് കാണാനില്ലല്ലോ. അവന്മാർ എവിടെ പോയി ഇരിക്കുന്നത്? കണ്ടുപിടിക്കോടാ, എല്ലാത്തിനെയും ഞാൻ കണ്ടുപിടിക്കും. സ്പീക്കറായിട്ടെങ്കിലും ജയിക്കണം. മറ്റേതായിട്ട് ജയിക്കാൻ പറ്റിയില്ല. അടുത്ത തവണ അത് ഞാൻ പിടിക്കും. ഇത് നമുക്ക് നോക്കാം. ഈ ഓക്ക് പ്ലാങ്കിൻ്റെ ഇടയിലൊക്കെ ഇവർ ഒളിച്ചിരിക്കും ഗൈസ്. നമുക്ക് അതും ഒരു വലിയൊരു ഇഷ്യൂ ആണ്. കാരണം ഇവിടെയൊക്കെ ഒളിച്ചിരുന്നാലും കണ്ടുപിടിക്കാൻ ഇച്ചിരി പാടാണ്. ഈ ബുക്ക് ഷെൽഫ്, പ്ലാങ്ക് ഇതൊക്കെ ഈസിയാണ് ഇവർക്ക്. കാരണം ഈ ഗ്യാപ്പുള്ള സ്ഥലങ്ങളിലൊക്കെയാണ് ഇവന്മാർ കയറി ഇരിക്കണം. എവിടെയെങ്കിലും ഇരിക്കട്ട്, കണ്ടുപിടിച്ചാൽ പോരെ. ഇനി കണ്ടുപിടിക്കാൻ ഒരാളെയും കൂടെ ഉള്ളു. ഈ ഒരാളെങ്കിലും എനിക്ക് കിട്ടറാ. ആടാ, ഒരാളെ കണ്ടുപിടിച്ചാടാ. സീക്കേഴ്സ് ജയിച്ചിരിക്കുകയാണ് കേസ്. നമ്മൾ സീക്കേഴ്സ് ജയിച്ചിരിക്കുകയാണ്. അവന്മാർ കണ്ടുപിടിച്ചെങ്കിൽ എന്ത്, നമ്മൾ ഇങ്ങനെയെങ്കിലും ജയിച്ചിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ 3 പേരിലില്ല. എന്തായാലും അടുത്ത 3 പേരാവാൻ നമ്മൾ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ വീണ്ടും സെർവറിൽ വന്നിരിക്കുകയാണ്. പക്ഷേ എനിക്ക് തോന്നണില്ല ഈ ഒരു കളി നമുക്ക് ജയിക്കാൻ പറ്റുമെന്ന്. കാരണം ഞാൻ ആദ്യമായിട്ട് കളിക്കുന്നതുകൊണ്ട് തന്നെ അതിൻ്റേതായ പോരായ്മകളുണ്ട് എനിക്ക്. എന്തായാലും ഒളിച്ചിരിക്കുന്ന കാര്യത്തിലെങ്കിലും അത് കാണിക്കണം. കാരണം ഒളിച്ചിരുന്നെങ്കിലും ജയിക്കണമെങ്കിൽ ബുക്ക് ഷെൽഫായിട്ട് ഞാൻ ഇത്തവണ എടുക്കുകയാണ് guys. കാരണം കഴിഞ്ഞ തവണ എടുത്തതേ പാളിപ്പോയി ലീവ്സ്. ഇത്തവണ ബുക്ക് ഷെൽഫായിട്ട് ഇരുന്ന് വിളിച്ചേ പറ്റൂ. കാരണം ഈ ബിൽഡിങ്ങിലോട്ട് കയറാം. ഈ ബിൽഡിങ്ങിലാകുമ്പോൾ ആരും കാണൂലെന്ന് തോന്നുന്നു. എൻ്റെ വിശ്വാസം എന്നെ രക്ഷിക്കട്ടെ. ഇതിൻ്റെ മുകളിൽ കയറിയിരിക്കാം. അതാകുമ്പം എവിടെയെങ്കിലും ഇരുന്നാൽ മതി. ഇവിടെ ബുക്ക് ഷെൽഫ് ഇരിക്കുന്നത്, ഇവിടെ ഇരിക്കാം. അതാണ് നല്ലത്. കറക്റ്റ് സ്ഥലം കിട്ടി ആദ്യമേ. ഇതാ ഒരുത്തം കൂടെ വന്നിരുന്ന് കണ്ടുപിടിച്ചാൽ നോക്കിക്കാം. ഇവനാദ്യം ഞാൻ കൊല്ലും. നമുക്ക് എന്തായാലും ഒളിച്ചിരിക്കാൻ കഴിയും. കുറേ നേരമായിട്ട് ഞാൻ വെയിറ്റ് ചെയ്യണം. ഒരുത്തനെങ്കിൽ വാടാ, നീയൊക്കെ കണ്ടുപിടിക്കുമെന്ന് ഞാൻ നോക്കട്ടെ. അങ്ങനെ ഞാൻ ടോണ്ട് പൊട്ടിച്ചിരിക്കുകയാണ്. നമ്മൾ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഇനി 4 മിനിറ്റും കൂടെ ഉണ്ട്. ഈ 4 മിനിറ്റ് രക്ഷപ്പെട്ടേ പറ്റും. നമുക്ക് ജയിച്ചേ പറ്റും. ഇത്തവണയെങ്കിലും നമ്മുടെ മാനം നമുക്ക് കാക്കണം. അല്ല, സ്തുതി എണ്ണനെ നമുക്ക് വിട്ടുകൊടുക്കാൻ പറ്റില്ല. കാരണം നമ്മൾ അങ്ങനെ 2 മിനിറ്റ് ആയിരിക്കുകയാണ്. വീണ്ടും ഒരു ടോണ്ട് പൊട്ടിച്ചിരിക്കുകയാണ്. ഇനി വെയിറ്റ് ചെയ്യാം. ഒരുത്തനും വരുമെന്ന് എനിക്ക് തോന്നണില്ല. കാരണം ഈ ബിൽഡിങ്ങിൻ്റെ ഏരിയ ആർക്കും അങ്ങനെ ശ്രദ്ധിക്കാൻ പറ്റൂല. അതുകൊണ്ട് ഒന്നാമത് ഈ ഇതും കൂടെ ആയതുകൊണ്ട്, ബുക്ക് ഷെൽഫും കൂടെ ആയതുകൊണ്ട് ആരും അങ്ങനെ ശ്രദ്ധിക്കൂല എന്ന് എനിക്ക് തോന്നുന്നു. ഇനി നിങ്ങൾ തന്നെ പറ. എന്തായാലും നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കണം. അങ്ങനെ നമ്മൾ 1 മിനിറ്റ് 39 സെക്കൻഡായി സർവൈവ് ചെയ്യാൻ തുടങ്ങിയിട്ട്. ഒരുത്തിനും നമ്മളെ കണ്ടുപിടിച്ചിട്ടില്ല. നമ്മുടെ കഴിവാണ്. അങ്ങനെ നമ്മൾ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഇനി 6 പേരെ കൂടെ കണ്ടുപിടിക്കാനുണ്ടെന്ന് തോന്നുന്നു. എന്തായാലും നമുക്ക് ഒളിച്ചിരിക്കാം. അങ്ങനെ നമ്മൾ വീണ്ടും ഒരു ടോണ്ട് പൊട്ടിച്ചിരിക്കുകയാണ്. ഇനി 18 സെക്കൻഡ് കൂടെ ഉള്ളു കേസ്. 18 സെക്കൻഡ് കൂടെ ഉള്ളൂ. 10 സെക്കൻഡിന് അടുപ്പിച്ചായി. 1 സെക്കൻഡ് ജയിച്ചിരിക്കുകയാണ് കേസ്. ഇത്തവണ നമ്മൾ വിട്ടു കൊടുത്തില്ല. നമ്മൾ ജയിച്ചു. അങ്ങനെ നമ്മളും നമ്മുടെ അവനും പയ്യനെയും കൂടെ ജയിച്ചിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ വീണ്ടും സെർവറിൽ വന്നിരിക്കുകയാണ്. 3 പേരിൽ നമ്മളില്ല. ഫസ്റ്റ് ടൈം കളിക്കുന്നതുകൊണ്ടുള്ള എല്ലാ പ്രശ്നമുണ്ട്. പക്ഷെ അടുത്ത് ജയിച്ചിരിക്കും. എന്തായാലും ഈ വീഡിയോ ഇത്ര വരെ ഉള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്.